ഈ ആനകൾ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സാധാരണക്കാർ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളൊക്കെ അതിനെ തുരത്താൻ ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ ഈ പാട്ട കൊട്ടിയും അല്ലെങ്കിൽ തീയിട്ടും പടക്കം പൊട്ടിച്ചും ഒക്കെയാണ്. അങ്ങനെ ഭയപ്പെട്ട ആനകൾ കാട് കയറുമ്പോൾ ഈ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചെണ്ടമേളങ്ങൾക്ക് നടുവിലും തീക്ക് നടുവിലും ഒക്കെ ആയിട്ട് ആനകളെ നിർത്തുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഗുരുവായൂരപ്പൻ, ഒന്നെങ്കിൽ കാട്ടാന ജീവനെടുക്കും, അല്ലെങ്കിൽ പുലി, കടുവ, അതും അല്ലെങ്കിൽ നാട്ടാനക്കലിക്ക് ഇരയാവുകയാണോ നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അവിടുന്ന് പറയുന്നത് ഓക്കെ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാട്ടാനകൾ മനുഷ്യനെ ആക്രമിക്കുന്നതും നാട്ടാനകൾ മനുഷ്യനെ ആക്രമിക്കുന്നതും തമ്മിൽ രണ്ട് രീതിക്കാണ്. കാട്ടാനകൾ ആളുകളെ ആക്രമിക്കുന്നത് അവരുടെ ഗതികേട് കൊണ്ട്, അവർ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം കുടിക്കാനുള്ള വെള്ളത്തിനും അവരുടെ ഭക്ഷണത്തിന്റെ ദൗർലഭ്യം കൊണ്ട് രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് മറ്റൊക്കെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. പക്ഷെ ഇവിടെ നാട്ടാനകളെ സംബന്ധിച്ച് അതല്ല. ഇപ്പം അങ്ങയുടെ പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രതിഷേധം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാട്ടാനകൾ ആക്രമിക്കുന്ന സമയത്ത്, അതായത് ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ആനകൾ നാട്ടിലിറങ്ങി വെള്ളം അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു രക്ഷപ്പെടലിന്റെ ഒരു മാർഗമാണ് കാട്ടാനകൾ ആക്രമിക്കുന്നതെങ്കിൽ, നാട്ടാനകളെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ കൊണ്ട് ആണ് ആളുകളെ ആക്രമിക്കുന്നത്. കൂടുതലും പാപ്പാമാരെയാണ് ആക്രമിക്കുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും ആനകൾക്ക് ഉപദ്രവം വരുന്ന സമയത്താണ് അവര് ആളുകളെ ആക്രമിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അത് അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിലും തർക്കമില്ല. പക്ഷെ അങ്ങനെ നമ്മുടെ പ്രധാന പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിൽ പ്രതിഷേധം ഉണ്ടാവാത്തതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് തന്നെ കരുതുക. അങ്ങനെ എല്ലാ അമ്പലങ്ങളിലില്ല. ശ്രീ ജയചന്ദ്രൻ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഇല്ല. അപ്പോൾ ഇത് ആന വേണമെന്നുള്ള നിർബന്ധം എന്ന് പറയുന്നത് ഈ കമ്മിറ്റിക്കാർക്കും അവിടെ മേളം ഒന്ന് കൊഴിപ്പിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ വോട്ട് ബാങ്കാണ്. ഈ അമ്പലങ്ങളും പള്ളി നേർച്ചകളും ചന്ദനക്കുട നേർച്ചയും എല്ലാം തന്നെ വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരിക്കാൻ, അതായത് നാട്ടിലെ ഉത്സവങ്ങളിൽ ആനകൾ ഇടയുന്ന സമയത്ത് ഉണ്ടാകുന്ന അക്രമങ്ങളെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്താനും സമൂഹം മുഴുവൻ ഒന്നടങ്കം ഇറങ്ങുന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത ഇലക്ഷനിൽ തീർച്ചയായിട്ടും അവർക്ക് വോട്ട് നഷ്ടപ്പെടും. അതുപോലെ കാട്ടിലെ സ്ഥിതി വേറൊരു രീതിക്കാണ്. കാട്ടിലെ ആനകൾ ആക്രമിച്ച് ഏതെങ്കിലും ആളുകൾക്ക് മരണപ്പെടുകയാണെങ്കിൽ അവിടെയും വേറൊരു രീതിക്കുള്ള വോട്ട് ബാങ്കാണ്. കാരണം അവിടെ ഈ രാഷ്ട്രീയക്കാരും എല്ലാവരും അങ്ങോട്ട് ആനയ്ക്കെതിരെ പ്രതികരിക്കണം. കാരണം ആ ആനയ്ക്ക് അനുകൂലമായിട്ട് ആരും പറയാനില്ല. അതുകൊണ്ട് അവിടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കാരണം മാത്രമാണ് ഈ വൈൽഡ് എലിഫന്റ് ആളുകളെ ആക്രമിക്കുന്ന സമയത്ത്, ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രതിഷേധവും ഇവിടെ തീരെ പ്രതിഷേധം ഇല്ലാത്തതും. നോക്കി, ഇന്നലെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. 6 പേരോളം ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട്. 30ഓളം പേര് അല്ലാതെ ആശുപത്രി കിടക്കുന്നുണ്ട്. ഒരു പ്രതിഷേധവും ഇല്ലല്ലോ. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. നോക്ക്, അത് മാത്രമല്ല, ഈ കൊണ്ടുവരുന്ന ആനകളുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ മതിയായ വിശ്രമവുമില്ല, ഭക്ഷണവുമില്ല, ഉറക്കവുമില്ല. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടുന്നില്ല. ഇങ്ങനെ മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ചെറിയൊരു പ്രകോപനം പോലും അതൊരു അക്രമത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് വർഷങ്ങൾക്ക് മുമ്പ് 700, 800, 1000 ഒക്കെ ആനകൾ നാട്ടാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കേവലം അത് 420 ആനകൾ മാത്രമേ ഇപ്പോൾ ഓൺ റെക്കോർഡ് കാണാനുള്ളൂ. അതിൽ തന്നെ 80ഓളം ആനകൾ വയസ്സായി കഴിഞ്ഞു. ഇനി അവരെ ഒന്നും ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. അതിൽ തന്നെ പിടിയാനകൾ, അതായത് കൊമ്പില്ലാത്ത ആനകൾ 80ഓളം ഉണ്ട്. അപ്പോൾ അവയെ നമുക്ക് ഉത്സവത്തിന് കൃത്യമായിട്ട് പങ്കെടുപ്പിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഈ പിടിയാനകളിലും ആർട്ടിഫിഷ്യൽ കൊമ്പ് വെച്ച് നടക്കുന്ന ആനകളും ഉണ്ട്. അത് നമ്മൾ ഉത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഏകദേശം 80 എണ്ണം പിടിയാനകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 290 അല്ലെങ്കിൽ 300 ആനകൾ മാത്രമേ ഉള്ളൂ. ഈ 300 ആനകൾ വേണം കേരള സർക്കാരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏകദേശം 6000 ഉത്സവങ്ങളിൽ പങ്കെടുക്കാനായിട്ട്. അതും ഈ 4 മാസത്തിന്റെ സമയം കൊണ്ട്. അപ്പോൾ ഈ 4 മാസത്തെ സമയത്തിൽ 6000 ഉത്സവങ്ങളിൽ ഈ 300 ആനകൾ പങ്കെടുക്കണമെങ്കിൽ ഈ ആനകളെല്ലാം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കണം എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. അതിന്റെ കലിക്കിരയാകുകയാണ് ഓരോ മനുഷ്യനും.
അതെ തീർച്ചയായിട്ടും. അതായത് അവയ്ക്ക് കൃത്യമായിട്ടുള്ള പരിപാലനമില്ല. രണ്ടാമത് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ അത് കാര്യം ഒന്നുകൂടെ ഞാൻ ഇത്തിരി അല്പം ഒരു പോയിന്റ് എടുത്ത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ആനകളെ കൂടെ നിർത്താൻ ഈ പാപ്പാനെ എന്തുകൊണ്ട് തട്ടുന്നു എന്നുള്ളതിന്റെ ഒരു റീസൺ കൂടെയാണ്. ആനകളെ അവരുടെ ചൊൽപ്പടിക്ക് നിർത്താനായി ഇവരുടെ ശരീരത്തിൽ ഇടുപ്പിന്റെ ഭാഗത്ത് ഒരു വ്രണം ഉണ്ടാക്കി വെക്കും. രണ്ടാമത് ചങ്ങലക്കിടുന്ന ഭാഗത്ത് കാലിൽ വ്രണം ഉണ്ടാക്കി വെക്കും. അതിന് മുകളിൽ കരി പുരട്ടി വെക്കും ഇവര്. എന്നിട്ട് ഈ ആനകളെ നിലയ്ക്ക് നിർത്താൻ അവിടെ തോട്ടി, നിരോധിക്കപ്പെട്ട അങ്കുഷ്, തോട്ടി, ചുറ്റ്, ഈ വടി ചുറ്റ്, ഈ 3 സാധനങ്ങൾ ഇപ്പോഴും നിരോധിക്കപ്പെട്ട സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു സർക്കാരും വനംവകുപ്പാണെങ്കിലും പോലീസാണെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥരൊന്നും ഇപ്പോഴും അത് പിടിക്കുന്നില്ല, അതിൽ മേലെ കേസുമില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ ഈ വ്രണത്തിൽ ഇങ്ങനെ ഇവർ തട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എഴുന്നള്ളിപ്പിനിടയിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഈ സൂചി മുന കൊണ്ട് ആ പുണ്ണിൽ ഇങ്ങനെ വെച്ചിരിക്കും, ആ വ്രണത്തിൽ വെച്ചിരിക്കും. അപ്പൊ ഈ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ആനകൾ അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇപ്പൊ ആനയെ ഇഷ്ടപ്പെട്ട് അവിടെ നിൽക്കുകയല്ല. അതിന് മുന്നിലാണ് ഈ തീവെട്ടി വെച്ചിരിക്കുന്നത്, തൊട്ടപ്പുറത്ത് ചെണ്ടമേളം നടക്കുന്നത്, ആളുകളെ ഈ വഴിയെ പോകുന്ന വഴിക്ക് ആനയെ തോണ്ടുന്നത്, കുത്തുന്നത്, അതുപോലെ ഞങ്ങളുടെ തത്തമംഗലം തീർച്ചയായിട്ടും ആ മാർഗനിർദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു മാർഗനിർദ്ദേശമാണ്. പക്ഷെ ചെറിയൊരു ഇളവ് വേണമെങ്കിൽ അതിനകത്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ കഠിനമായ നിർദ്ദേശം ആയിപ്പോയോ എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മാർഗനിർദ്ദേശം പാലിച്ചിരുന്നെങ്കിൽ ഇന്നലെ ഒരു കാരണവശാലും ആനകൾ തമ്മിൽ ഇങ്ങനെ കുത്തില്ലായിരുന്നു. അത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒരൊറ്റ കേസിൽ മാത്രമാണ് സർക്കാർ നിർദ്ദേശം, അതായത് ഇത് അതായത് ഹൈക്കോടതി വിധിയെ മാനിച്ചുകൊണ്ട് സർക്കാർ ഗവൺമെന്റ് ഓർഡർ ഇറക്കിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവർ സുപ്രീം കോടതിയിൽ പോയത്. അതാ തിരുവമ്പാടി ദേവസ്വമായി ബന്ധപ്പെട്ട്, എന്റെ അറിവ് ശരിയാണെങ്കിൽ തിരുവമ്പാടി ദേവസ്വമായി ബന്ധപ്പെട്ട് മാത്രമാണ് സുപ്രീം കോടതി പോയത്. പക്ഷെ പൊതുവെ ഒരു ധ്വനി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി മുഴുവൻ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ ഉത്സവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഫലനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 3 ജീവൻ നമുക്ക് നഷ്ടമാകുമായിരുന്നില്ല. ശ്രീ ഗുരുവായൂരപ്പൻ, താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ രവീന്ദ്രനാഥൻ പറഞ്ഞ പല വിഷയങ്ങൾക്കും താങ്കൾക്ക് മറുപടി പറയാനുണ്ടെന്നറിയാം. തീർച്ചയായിട്ടും രവീന്ദ്രനാഥൻ പറഞ്ഞതിലുണ്ട്, അതുപോലെ നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധി പറഞ്ഞതിനകത്തുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ പ്രതിനിധി പറഞ്ഞത് തുടങ്ങി വെച്ചത് കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ആകസ്മികമായിട്ട് വന്ന ആളുകളെ ആക്രമിക്കും എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. മനുഷ്യനിർമ്മിതമാണ് കാട്ടിലുള്ള ആനകൾ വന്ന് ആളുകളെ ആക്രമിക്കുന്നത്. ആളുകൾ പലപ്പോഴായി കല്ലെറിയുകയും പടക്കം പൊട്ടുകയും വെടിവെച്ച് ആനക്കൊമ്പിന് വേണ്ടിയും മറ്റൊക്കെ ആയിട്ട് കാലങ്ങളോളമായിട്ട് വേട്ട നടത്തിയതിന്റെ പരിണിത ഫലമാണ് ഈ കാട്ടാനകൾ വല്ലപ്പോഴെങ്കിലൊക്കെ ആളുകളെ ആക്രമിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ വേനലിലാണ് ഈ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ളത് നമുക്ക് ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് നോക്കിയാൽ മതി. ഇത് കുടിക്കാൻ വെള്ളമില്ല, പകല് മുഴുവൻ കാട്ടിനകത്ത് അവർ ഒളിച്ചിരിക്കുന്നു, ആളുകളെ ശല്യപ്പെടുത്താതെ. രാത്രി ഇറങ്ങുമ്പോഴും അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, അപ്പോഴും ആളുകൾ അലക്കാൻ പോകുന്നു, വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു, കാണുന്ന സമയത്ത് പടക്കം പൊട്ടിക്കുന്നു, അടുത്ത് പോയി ഫോട്ടോ എടുക്കുന്നു, പ്രകോപനം ഉണ്ടാക്കുന്നതൊന്നും ഇവിടെ നമ്മൾ ചർച്ചാ വിഷയമല്ല. അപ്പൊ ആ ജീവിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അത് കാത്തു നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പ്രകോപനമാണ് പലപ്പോഴും ഈ ആളുകളെ ആക്രമിച്ച് കൊല്ലുന്ന തലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് തീർച്ചയായിട്ടും നാട്ടിലെ ആനകളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ കൊടിയ പീഡനമാണ് കാടിന്റെ അതിർത്തിയിൽ ഉണ്ടാകുന്നത്. അവിടെ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നാട്ടിൽ കൊല്ലപ്പെട്ട ആളുകൾക്കും 10 ലക്ഷം രൂപ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് ഞാൻ പറയുന്നത്. നാട്ടിലെ ആളുകളുടെ ജീവനും കാട്ടിലെ ആനകൾ കൊല്ലുന്ന ജീവനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതെന്താ രണ്ട് രീതിയിൽ കാണുന്നത്? എനിക്ക് അതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ നാട്ടാനകളെ സംബന്ധിച്ച് നാട്ടാനെന്നില്ല, ശരിക്കും അത് വൈൽഡ് തന്നെയാണ്. അത് ഇപ്പോഴും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ നിയമപ്രകാരമാണല്ലോ നാട്ടാന പരിപാലന നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് മതിയായിട്ടുള്ള വിശ്രമവും വെള്ളവും യാത്രാ സൗകര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ഉത്സവം നടത്താൻ പറ്റുള്ളൂ. പിന്നെ അവകാശവാദം എല്ലാ ചട്ടങ്ങളും പാലിക്കുന്നുണ്ട്, ഒന്നും തെറ്റാറില്ല. ഒരിക്കലും ഒരു ചട്ടവും പാലിക്കുന്നില്ല. അതിപ്പോ ഇന്ന് ഹൈക്കോടതി നടന്ന രസകരമായ സംഭവം, രസം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും സാന്ദർഭികമായിട്ട് രസം എന്ന് പറയാണ്. ഇന്ന് നടന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ആളുകൾ 3 പേരെ കൊന്ന ആനയെ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ വനംവകുപ്പ് മറുപടി കൊടുത്തായിട്ട് അറിഞ്ഞത് അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പടക്കം പൊട്ടിക്കാനുള്ള അനുമതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആന ഇവിടെ വരേണ്ടതെന്നും അതുകൊണ്ട് വനംവകുപ്പിനും അതിനകത്ത് ഉത്തരവാദിത്വമില്ല, അത് ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ സമയത്ത് ജില്ലാ കളക്ടർ പറഞ്ഞത്
അവിടുന്ന് ജില്ലാ കളക്ടറുടെ പ്രതിനിധി അവിടെ പറഞ്ഞത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, ഇതിനെ നാട്ടാന പരിപാലന നിയമം പാലിച്ചോ എന്ന് ഉറപ്പുവരുത്താനോ അതിന്റെ ആനയുടെ കൂടെ നിൽക്കാനോ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാദമാണ് അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടായത്. അപ്പോൾ അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ആരാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നക്കാരെന്ന് കണ്ടെത്തിയിട്ട് അതിന് റിപ്പോർട്ട് തരാൻ വേണ്ടി രണ്ടുപേരും കത്തയച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂടി ഉള്ള ആളുകളെ വെച്ച് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവസാനം ഈ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ അതിലൊരു തീരുമാനം വരുന്നവരെ അടുത്ത 21-ാം തീയതി വരെ കോഴിക്കോട് മേഖലയിലുള്ള മുഴുവൻ ഉത്സവങ്ങളും നിർത്തിവെച്ചതായിട്ട് അപേക്ഷ തന്ന മുഴുവൻ ഉത്സവങ്ങളിലും ആനയെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് ഇറക്കി എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു അറിവ്. അതായത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇപ്പോൾ മിക്കപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് നേരിട്ടുള്ള അനുഭവമുണ്ട്, വർഷങ്ങളോളമുള്ള അനുഭവം ഉള്ളതാണ്. ഈ ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നെ മിക്കതും ഫേക്കാണ്, ഫോർജറിയാണ്. അതായത് ഒരു ഡോക്ടറുടെ നിന്ന് സിഗ്നേച്ചർ എനിക്ക് നേരിട്ട് ഞങ്ങൾ തത്തമംഗലത്ത് ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഏകദേശം 30ഓളം ആന വരുന്നത് ഞങ്ങൾ തത്തമംഗലത്താണ്. 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ആനവേലയുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവന്ന ആന അതൊന്ന് ഫേക്ക് ഡോക്യുമെന്റ്, രണ്ടാമത്തത് ഒരു സിഗ്നേച്ചർ മാത്രം ഇട്ടുകൊണ്ട് വരുന്നു, ഒരു ഡോക്ടറുടെ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് വരുന്നു. ഞാൻ ഡോക്ടറുടെ പേര് പറയുന്നില്ല. ഇവിടെ വന്നിട്ട് ഉത്സവം ഏതാണോ, ഡേറ്റ് ഏതാണോ, സമയം ഏതാണോ, എന്താണോ വേണ്ടത് അത് ബാക്കിയുള്ളവർ പാപ്പാമാർ ഇവിടെ എഴുതിയിട്ട് തൽക്കാലം അവിടെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ്. അതായത് ശരിയായിട്ടുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഡോക്ടർമാർ പരിശോധിക്കാതാണ് പലപ്പോഴും ഈ നടക്കുന്നത്. പിന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂവും പോലീസ് എല്ലാം കൂടെ ഒരുമിച്ച് വേണം ഇതൊക്കെ പരിശോധിക്കാൻ. ഈ പരിശോധിക്കാൻ പോകുന്ന സമയത്ത് ഈ ആനകളുടെ കൂടെ വരുന്ന ഒരു വലിയൊരു ഗുണ്ടാ മാഫിയ സംഘമുണ്ട്. അവർ ഈ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ. അപ്പൊ അങ്ങനെ ഒരു വലിയ രക്ഷപ്പെടുകയാണ് ഓരോ വകുപ്പും. മനുഷ്യരാണ് പ്രധാനമെന്നാണ് ശ്രീ രവീന്ദ്രനാഥൻ പറയുന്നത്. അപ്പോൾ പിന്നെ പരിഹാരം നമുക്ക് എളുപ്പമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം ആളുകൾക്ക് മനസ്സമാധാനം കൊടുക്കാനും ആരോഗ്യം കൊടുക്കാനും ആയുസ് കൊടുക്കാനും വേണ്ടിയാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നോക്ക്, നമ്മുടെ ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിർത്താം. ശ്രീ രവീന്ദ്രനാഥൻ സാർ അങ്ങ് പറഞ്ഞതിന്റെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയാണ്. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതെല്ലാം ഒരു തൻപെരുമ കാണിക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു മേധാവിത്വം കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആചാര പരിപാടികളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആചാരങ്ങളും വിശ്വാസമായി ബന്ധപ്പെട്ടതൊന്നുമല്ല. ഒറ്റ പോയിന്റേ ഉള്ളൂ. അമ്പലത്തിന് ആനയുടെ മുകളിൽ കാണിക്കുന്ന തിടമ്പ് ഏറ്റുന്ന ആനയുടെ കാലിൽ എന്തിനു കൂച്ചുവേലം കിടണം എന്നുള്ള എന്റെ ക്വസ്റ്റ്യൻ. രണ്ടാമത് അതായത് ഈ ആന